രമേശ് ചെന്നിത്തല അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നലെ കോഴിക്കോട് സമാപന സമ്മേളനത്തിൽ മുതലക്കുളം മൈതാനിയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. യാത്ര ഒരു വൻപിച്ച വിജയമാണ്. വൻ തോതിലുള്ള ജനബാഹുല്യമാണ് യാത്രയിലുടനീളം കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡൻറ്റ് പ്രചരണ സമിതിയെയും മാനിഫെസ്റ്റോ കമ്മിറ്റിയെയും പ്രഖ്യാപിക്കുകയുണ്ടായത്. ഈ കമ്മിറ്റിയുടെ ചെയർമാനെ എന്നെ നിയമിച്ചതിൽ ഞാൻ ഹൈക്കമാൻഡിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭനായ ശ്രീ ശശി തരൂർ ഡെപ്യൂട്ടി ചെയർമാനാണ്. യുവാക്കളുടെ പ്രതിനിധിയായ ശ്രീ ഷാഫി പറമ്പിൽ അതിൻ്റെ കൺവീനറാണ്. ബെന്നി ബെഹനാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. പുതിയ തലമുറയിൽപ്പെട്ട പ്രഗത്ഭരായ ചെറുപ്പക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റികളാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടി വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ താഴെയിറക്കാനും കേരളത്തെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് കോൺഗ്രസും UDFും ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് കോൺഗ്രസും UDFും അതുകൊണ്ടാണ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷം കേരളം ഭരിച്ച് ജനങ്ങൾക്കൊന്നും ചെയ്യാത്ത ഒരു ഭരണമാണിത്. CPI നേതാവ് സി ദിവാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും 10 വർഷമായി ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഗൗരവപൂർവ്വം കേരള സമൂഹം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സച്ചിദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഇനിയൊരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഇടതുപക്ഷം നശിച്ചു പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ഭരിച്ചു കളയും എന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ്.